കോഴിക്കോട് വടകര MDMA കേസിൽ അധ്യാപികമാരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചവരെ കേന്ദ്രീകരിച്ച അന്വേഷണം പയ്യന്നൂർ, കുറ്റ്യാടി, പേരാമ്പ്ര എന്നിവിടങ്ങളിലെ ATM കൗണ്ടറുകളിൽ നിന്ന് പണം പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും. കേസിൽ അറസ്റ്റിലായ അധ്യാപികമാർ ATM കാർഡ് ലഹരി സംഘത്തിന് കൈമാറിയതായി കണ്ടെത്തിയിരുന്നു. പണം പിൻവലിച്ചത് കേസിലെ മുഖ്യ കണ്ണികളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ശരത്ത് എസ് ചേരുന്നു. ശരത്ത്, പുതിയ വിവരങ്ങൾ പ്രകാരം എന്ത് നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്? റോഷ്നി, അതായത് ഈ കേസിൽ അധ്യാപികമാരടക്കം 5 പേരാണ് അറസ്റ്റിലായത്. പക്ഷേ ഇവരാരുമല്ല ഈ കേസിലെ മുഖ്യ കണ്ണികളെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഈ അധ്യാപികമാരടക്കം ഈ ലഹരി കച്ചവടത്തിന്റെ സാമ്പത്തിക ഇടപാടിന് കൂട്ടുനിന്നവരും ഒപ്പം ചില്ലറ വിൽപ്പനയ്ക്ക് സഹായം നൽകിയവരുമൊക്കെയാണ്. പക്ഷേ ഈ ലഹരി എത്തിക്കുന്നതും ഈ വലിയ തോതിൽ ലഹരി വിൽപ്പന നടത്തിയ ശേഷം ഇതിന്റെ ലാഭം കൊഴിയുന്നതുമടക്കം പ്രധാനപ്പെട്ട മറ്റൊരു സംഘമാണ്. അവരാരൊക്കെ എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. നേരത്തെ വയനാട് സ്വദേശിയായ യുവാവിനെ അന്വേഷണ സംഘം ഇതിന്റെ മുഖ്യ കണ്ണിയാണെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഒരാൾ മാത്രമല്ല, ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നേരത്തെ പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം ഇതൊരു വലിയൊരു ലഹരി സംഘമാണ്, ശൃംഖലയാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെയെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ അധ്യാപികമാരുടെ ATMൽ നിന്ന് പണം പിൻവലിച്ചവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അധ്യാപികയായ കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. കീർത്തനയിൽ നിന്ന് ലഭിച്ച മൊഴിപ്രകാരം ചില കൗണ്ടറുകളിൽ കീർത്തന പോയതായി മൊഴി നൽകിയിട്ടില്ല. അതായത് പയ്യന്നൂർ ഒപ്പം കുറ്റ്യാടി അടക്കമുള്ള കൗണ്ടറുകളിൽ താൻ പണം പിൻവലിച്ചതായി കീർത്തന മൊഴി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഈ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിച്ചത് ആരാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. അത് ലഹരി സംഘം തന്നെയാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് ഈ ATM കൗണ്ടറുകളിലെ CCTVകൾ കൂടി ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിച്ചവരുടെ ATM കൗണ്ടറുകളുടെ CCTV രേഖകൾ ഉടൻ തന്നെ ശേഖരിക്കും. ഇന്നിപ്പോൾ അവധി ദിവസമാണ്, ഇന്നും നാളെയും. തിങ്കളാഴ്ച അത്തരം വിവരങ്ങൾ കൂടി ശേഖരിച്ച ശേഷം തുടരന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കിയിട്ടുള്ളത്. മറ്റു പ്രതികളെ കൂടി അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.